ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പം ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കൊലക്കേസ് ചാർജ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്ത് പീരുമേട് ജയിലിലും ദേവുളം ജയിലിലും അടച്ചിട്ടുണ്ട്. ആ കേസെല്ലാം തള്ളിപ്പോയി. അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് വരിച്ച് 14 ദിവസം അടിമാലി പോലീസ് സ്റ്റേഷനിൽ വിലങ്ങ് വെച്ചതാണ്. അവിടുന്ന് ദേവുളം ജയിലിലും പീരുമേട് ജയിലിലും എന്നെ റിമാൻഡ് ചെയ്ത് അവിടെ ജയിൽവാസം അനുഭവിച്ചു. ഞാൻ 1944 ഡിസംബർ 12 മുണ്ടയ്ക്കൽ മാധവൻ ജാനകി ദമ്പതികളുടെ മൂത്ത പുത്രനായി ജനിച്ചതാണ്. കിടങ്ങൂരാണ് ജനിച്ചത്. കിടങ്ങൂർ മുണ്ടയ്ക്കൽ തറവാടാണ് എൻ്റെ തറവാട്. വായനശാല പ്രൈമറി സ്കൂളിലാണ് വിദ്യാഭ്യാസം. 5ാം ക്ലാസ് വരെ പഠിച്ചു. 5 ക്ലാസ്സിലും ജയിച്ചു. ഫസ്റ്റ് കൊണ്ട് ചേർക്കാൻ അന്ന് അച്ഛൻ ശ്രമിച്ചെങ്കിലും ഞാൻ പോകുന്നില്ലെന്നുള്ള നിലപാടെടുക്കുകയും ഞാൻ മറ്റ് തൊഴിലുകളുമായി പോവുകയും ചെയ്തു. ഞങ്ങൾ അതിനുശേഷം അച്ഛൻ ചെത്തുതൊഴിലാളിയായിരുന്നു. ചെത്തുതൊഴിലാളിയോടൊപ്പം ശാന്തിപ്പണിയും ചെയ്യുമായിരുന്നു അച്ഛൻ. അവസാനം ഇങ്ങോട്ട് ഇടുക്കിയിലേക്ക് കുടിയേറി. ഇടുക്കിയിലേക്ക് കുടിയേറാൻ കാരണം കുഞ്ചിത്തണ്ണി ശ്രീനാരായണോദയം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് അച്ഛൻ വന്നിരുന്നു. അച്ഛൻ ശാന്തിപ്പണി ചെയ്യുമെന്നുള്ളതുകൊണ്ട് അച്ഛനെയും വിളിച്ച് അച്ഛൻ്റെ ബന്ധുജനങ്ങളാണ് ഇവിടെയുള്ള ഒരുപാട് കുടുംബങ്ങൾ. അങ്ങനെ വന്ന് പ്രതിഷ്ഠ കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞ് പോകാൻ നേരത്തെ എല്ലാവരും നിർബന്ധിച്ചു. അന്നത്തെ കാലത്ത് ഇവിടെ മരിക്കുകയോ മറ്റും ചെയ്തെന്ന അനന്തര കാര്യങ്ങൾ ചെയ്യാനൊന്നും കാര്യമില്ല. അതുകൊണ്ട് ശാന്തിയായ അച്ഛൻ മാധവൻ ശാന്തിയെ ഇങ്ങോട്ട് വരണം, ഇവിടെ താമസിക്കുമ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെയാണ് ചിത്തതൊഴിൽ ഉപേക്ഷിച്ച് അച്ഛൻ ഇങ്ങോട്ട് വരാനിടയായത്. അങ്ങനെയാണ് ഞാൻ കിടങ്ങൂർ വായനശാല സ്കൂളിൽ ആണ് പഠിച്ചത്. 5ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ തുടർന്ന് പഠനത്തിന് കൊണ്ട് ചേർക്കാൻ അച്ഛനും അമ്മയും തയ്യാറായാലും അന്നത്തെ കാലത്ത് അതിന് അങ്ങനെ പോകണമെന്ന് ബുദ്ധി തോന്നിയില്ല, പോയില്ല. ഇവിടെ വന്ന് കൃഷിയും പണിയും 6 ഏക്കറോളം സ്ഥലം എൻ്റെ കുടുംബ സ്വത്തായിട്ടുണ്ട്. അവിടെ കൃഷിയും പണിയും എല്ലാം ചെയ്ത് കൊടിയൊക്കെ ഇട്ട് കപ്പയിട്ട് കൃഷി ചെയ്ത് അതോടൊപ്പം SNDPയുടെ പ്രവർത്തനമൊക്കെ നടത്തി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയിലും ഒക്കെ പങ്കെടുക്കുമായിരുന്നു. അതാണ് പൊതുജീവിതത്തിലേക്കുള്ള തുടക്കം. അതാണ് 1958 ബൈ ഇലക്ഷന് എല്ലാ ദിവസവും പ്രചരണ പരിപാടിയിലും ഉണ്ട്. 58 റോസമ്മ പൊന്നൂസാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അന്ന് കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള 1ാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ് കാലത്താണ് ആ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിക്കുകയാണ്. 1964 പാർട്ടി രണ്ടായപ്പം ഞാൻ CPIMനോടൊപ്പമാണ് നിന്നത്. CPIMനോടൊപ്പം നിന്ന് അതിൻ്റെ പരിപാടി സമയം കിട്ടുമ്പോഴൊക്കെ പരിപാടി പങ്കെടുക്കും. അങ്ങനെ പോയി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൽ അംഗമായി. പാർട്ടി രണ്ടായതിനെ തുടർന്ന് നേരത്തെ ഉണ്ടായിരുന്ന സംഘടനയെല്ലാം ശിഥിലമായിരുന്നു. പാർട്ടി രണ്ടായി കഴിഞ്ഞ് പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടന രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് 1972 ഇടുക്കി ജില്ല രൂപം കൊണ്ടത്. ഇടുക്കി ജില്ല രൂപം കൊണ്ടതിനെ തുടർന്ന് കേരള സംസ്ഥാന കമ്മിറ്റി ഇവിടെ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. ആലപ്പുഴയിൽ നിന്ന് സഖാവ് KK ചെല്ലപ്പനെ സെക്രട്ടറിയായി നിയോഗിച്ചുകൊണ്ടുള്ള ജില്ലാ കമ്മിറ്റിയാണ് ഇവിടെ രൂപം കൊണ്ടത്. ഞാൻ ആ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ആ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ആ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായി. ദേവുളം താലൂക്ക് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഒരു പഞ്ചായത്തിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അത് കഴിഞ്ഞ് 5 പഞ്ചായത്തിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. പിന്നീട് ആ 16 പഞ്ചായത്ത് അടങ്ങുന്ന പ്രദേശത്ത് ദേവുളം താലൂക്ക് കമ്മിറ്റി എന്ന പേരിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടന. അതിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായും ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചു. അതോടൊപ്പം കേരള കർഷക സംഘത്തിൻ്റെ പ്രവർത്തനം ആദ്യം മുതൽ തന്നെയുണ്ട്. മിച്ചഭൂമി സമരം അടക്കം നിരവധി പ്രക്ഷോഭണം ഇടുക്കി ജില്ലയിലെ കുടിയൊഴിപ്പിക്കലിനെതിരെയുള്ള എല്ലാ സമരങ്ങളിലും, ചുള്ളിക്കേരിത്തോട് സമരം, അമരാവതിയിലെ സത്യാഗ്രഹ സമരത്തിൻ്റെ ഘട്ടത്തിൽ, ആനച്ചാൽ കുടിയൊഴിപ്പിക്കലിനെതിരെയുള്ള സമരത്തിൽ, വണ്ണപ്പുറം കുടിയൊഴിപ്പിക്കലിനെതിരെയുള്ള സമരങ്ങളിലെല്ലാം
പങ്കാളിയാകാനും ഇടപെടാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പ്രാവശ്യം അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് വരിച്ച് 14 ദിവസം അടിമാലി പോലീസ് സ്റ്റേഷനിൽ വിലങ്ങ് വെച്ചതാണ്. അവിടുന്ന് ദേവുകുളം ജയിലിലും പീരുമേട് ജയിലിലും എന്നെ റിമാൻഡ് ചെയ്ത് അവിടെ ജയിൽവാസം അനുഭവിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പം ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കൊലക്കേസ് ചാർജ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്ത് പീരുമേട് ജയിലിലും ദേവുകുളം ജയിലിലും അടച്ചിട്ടുണ്ട്. ആ കേസെല്ലാം തള്ളിപ്പോയി. അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയാകേണ്ടി വന്നിട്ടുണ്ട്. ആ കേസുകളിലെല്ലാം വിജയകരമായി കേസുകളെല്ലാം നേരിടുകയും അതുകൊണ്ടൊന്നും കൂസാതെ ജനങ്ങളോടൊപ്പം സഖാക്കളോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം നിന്ന് ഇക്കാലം അത്രയും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പം ഞാൻ സംതൃപ്തനാണ്. കാരണം എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പൊതുരംഗത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ്. ഞാൻ വിവാഹം ചെയ്തത് 1965 കുടിക്കാട്ടുമറ്റത്തിൽ നാരായണൻ ജാനകി ദമ്പതികളുടെ പുത്രി ലക്ഷ്മിക്കുട്ടിയാണ് എൻ്റെ ഭാര്യ. എനിക്ക് 5 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളേ ഉള്ള ആൺകുട്ടികളില്ല. മൂത്തത് സതി, രണ്ടാമത്തത് ശ്യാമള, മൂന്നാമത്തത് സുമ, നാലാമത്തത് ഗീത, അഞ്ചാമത്തത് ശ്രീജ. ഇതാണ് 5 മക്കളതാണ്. 5 പേരും വിവാഹിതരാണ്. അതിൽ മൂത്ത സതി പഞ്ചായത്ത് പ്രസിഡൻറ്റും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിരുന്നു. ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. രണ്ടാമത്തെ മകള് കുടുംബത്തെയാണ്, എന്നോടൊപ്പമാണ് ശ്യാമള. മൂന്നാമത്തെ മകൾ സുമ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും രാജാക്കാട് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമാണ്. നാലാമത്തെ മകൾ ഗീത ഹരിഹർഷൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അടിമാലിലാണ് താമസം. 5ാമത്തെ ഇളയ പുത്രി ഷീജ മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയാണ്. ഷീജയെ വിവാഹം കഴിച്ചിരിക്കുന്നത് പാലായിൽ നിന്നുള്ള സന്തോഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഞങ്ങളിവിടെ കഴിഞ്ഞു കൂടുകയാണ്. എൻ്റെ മക്കൾക്ക് കൊച്ചുമക്കളുണ്ട്. ആൺകുട്ടികളില്ലായിരുന്നു, എനിക്ക് പെൺകുട്ടികളായിരുന്നു. 5 പെൺകുട്ടികളാണ്. എന്നാൽ എൻ്റെ പെൺകുട്ടികൾക്കെല്ലാം ആൺപിള്ളേരുണ്ട് എന്ന സന്തോഷകരമായ സ്ഥിതിയുമുണ്ട്. AKGയുമായി അകന്നു നിന്നുള്ള ബന്ധങ്ങളേ ഉള്ളൂ. EMS ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഞാൻ പാർട്ടിയിൽ ഉണ്ട്. സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. EMS പങ്കെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും പങ്കെടുത്തിട്ടുണ്ട്. നായനാരുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. നായനാർ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നപ്പം മുതൽ ഞാനും പാർട്ടിയിലൂടെ പ്രവർത്തിച്ചിരുന്നു. നായനാരും അതെ. VS അച്യുതാനന്ദനുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. എന്നെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലെല്ലാം പരമാവധി അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. പിന്നീട് ചടയം ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോഴും സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. പിണറായി വിജയൻ സെക്രട്ടറി ആയപ്പം ഞാൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമാണ്. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്. 1985 മുതൽ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. 40 വർഷമായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതിൽ 8 വർഷക്കാലം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. ഇപ്പോൾ 10 വർഷം തികയാൻ പോകുന്നു. MLA ആണ്. അതിൽ 5 വർഷക്കാലം കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായും എന്നെ പാർട്ടി നിശ്ചയിച്ച് ഞാൻ ആ ചുമതല നിറവേറ്റിയിട്ടുണ്ട്. അന്ന് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി എന്ന കാര്യം ഞാൻ സന്തോഷപൂർവ്വം ഇപ്പം ഓർമ്മിക്കുകയാണ്. കോഴിക്കോട്ട് വെച്ചാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയെന്ന് പറഞ്ഞാൽ അന്ന് വൈദ്യുതി ആവശ്യമുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം വൈദ്യുതി എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു മികച്ച നേട്ടമായിരുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ഭാവി ഇതുവരെയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പം തികഞ്ഞ സംതൃപ്തിയാണ്. പൊതുരംഗത്ത് എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഇന്നുവരെ ഈ സമയം വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടുന്ന് പോയാലും അത് തന്നെയാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനമാണ് ഞാൻ നടത്താൻ പോകുന്നത്. തിരിഞ്ഞു നോക്കുമ്പം സന്തോഷവും സംതൃപ്തിയുണ്ട്. പാർട്ടിക്ക് ചെയ്യാവുന്ന സംഭാവന, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വരുന്ന എല്ലാ സംഭാവനയും ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പം പെശകുകൾ വന്നാൽ സ്വയം പരിശോധിച്ച് തിരുത്തൽ
പ്രക്രിയയ്ക്ക് ഞാൻ വിധേയനായിട്ടുണ്ട്. സ്വയം ആത്മപരിശോധന നടത്തിയിട്ടുണ്ട്, സ്വയം വിമർശനം നടത്തിയിട്ടുണ്ട്. പാർട്ടിയാണ് വിമർശനപരമായി കാര്യങ്ങൾ, പ്രവർത്തകരുടെ പ്രവർത്തനത്തിനകത്തെ വൈകല്യങ്ങളുമൊക്കെ വിമർശനപരമായി വിലയിരുത്തുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. ഇതിൽ അംഗമായതിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലും ജനങ്ങൾക്ക് സേവനം ചെയ്തതിലും അതിയായ സന്തോഷവും സംതൃപ്തിയുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളതാണ്.